ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഞാനാരെന്നാരും തിരഞ്ഞറിയാറില്ല, ഞാനല്ലാതുള്ളതെല്ലാം അറിയും. ഞാനാരാണ് എന്നാർക്കും അറിയില്ല, ഞാനല്ലാത്തതെല്ലാം അറിയാം. എന്നാൽ അറിയില്ല എന്ന് നമ്മൾ സമ്മതിക്കില്ല. എന്നെക്കുറിച്ച് എനിക്കറിയാം. എന്നെക്കുറിച്ച് എനിക്കുള്ള അറിവ് വാസ്തവത്തിൽ ഞാൻ ഈ ദേഹമാണ് എന്നാണ്. ദേഹം സ്ത്രീയാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, ദേഹം പുരുഷനാണെങ്കിൽ ഞാനൊരു പുരുഷനുമാണ്. ഇതാണ് നമ്മുടെ അറിവ്. ഈ അറിവിനെയാണ് നമ്മൾ യഥാർത്ഥ അറിവായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു കവി പറയുന്നതൊന്ന് നോക്കൂ. പത്താമൻ നീ എന്നു ചൊല്ലാനൊരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താനതാണെന്നാരുമോരില്ല നിശ്ചയം. എത്ര അഗാധമായ അർത്ഥമാണ് ഈ 4 വരികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഗുരുവിൻ്റെ പ്രസക്തിയെ ഇവിടെ വിളിച്ചോതുന്നു. 10 പേരും എണ്ണിയിട്ടും 9 ആളെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അന്യനായ വേറെ ഒരാൾ വന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, എണ്ണുന്നയാളെ എണ്ണാത്തത് കൊണ്ടാണ് എണ്ണത്തിലൊന്ന് കുറവ് വരുന്നത്. തന്നെ എണ്ണി നോക്കൂ, തീർച്ചയായിട്ടും 10 ഉണ്ടാവും. അപ്പോൾ വേറെ ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കിത് ബോധ്യമാവുകയുള്ളൂ. അതാണ് 10 നീ എന്നു ചൊല്ലാൻ ഒരാൾ വേണം. 10 നീ തന്നെയാണ് എന്ന് പറയാൻ വേറെ ഒരാൾ വേണം. 10 നീ എന്നു ചൊല്ലാൻ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. ഈ എണ്ണുന്നയാൾക്കൊക്കെ അറിയാം എണ്ണുന്നത് ഞാനാണ്, പക്ഷെ എന്നെ എണ്ണുന്നില്ല. അപ്പോൾ ഈ എണ്ണത്തിനൊക്കെ സാക്ഷിയായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനാണ് സാക്ഷി എന്നറിയുന്നില്ല. 10 നീ എന്ന് ചൊല്ലാൻ ഒരാൾ വേണം, 10 നീയാണ് എന്ന് പറയാൻ വേറെ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. ആരൊക്കെ എണ്ണുന്നോ അവർക്കൊക്കെ സാക്ഷിയായിരിക്കുന്നത് ആ ഒന്നാണ്, നഷ്ടപ്പെട്ടു പോയ ഒന്നാണ്. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ നീ അതാണ് എന്ന് വേറെ ഒരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താൻ അതാണെന്നാരുമോരില്ല നിശ്ചയം. നീ അതാണ് എന്ന് വേറെ ഒരാൾ പറഞ്ഞാൽ മാത്രമേ ഞാനതാണ് എന്ന് മനസ്സിലാവുള്ളൂ. അതിലൊരു സംശയവുമില്ല. ആ പറഞ്ഞു തരുന്ന ആൾക്കാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരു വാസ്തവത്തിൽ തന്നെ കണ്ടെത്തിയ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ബ്രഹ്മാവായതും സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും അതുപോലെ സൃഷ്ടിഹന്താവും ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ആ ഗുരു തന്നെയാണ്. അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മം. ഈ 3നും സാക്ഷിയായിരിക്കുന്നതാണ് പരബ്രഹ്മം. ആ പരബ്രഹ്മമായിരിക്കുന്നതും അതേ ഗുരു തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ വണങ്ങുന്നു. അതുകൊണ്ട് നാം
വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണിത്. പത്താമൻ നീ എന്നു ചൊല്ലാൻ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ, നീ അതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ മാത്രമേ, നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താൻ അതാണെന്നാരും ഓരില്ല നിശ്ചയം. അതാണ് നീ എന്ന് ഒരാൾ പറഞ്ഞാൽ മാത്രമേ താൻ അതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. പത്താമൻ നീ എന്നു ചൊല്ലാൻ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താൻ അതാണെന്നാരും ഓരില്ല നിശ്ചയം. ഇത് വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. വീണ്ടും വീണ്ടും നമ്മളിത് ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നിരന്തരം മനനം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് 4 വേദങ്ങളിലും കടഞ്ഞെടുത്ത സാരസർവസ്വമാണ്. ഇതല്പം മാത്രമേ ഉള്ളൂ. ഈ അല്പം അനുഭവമായി കഴിയുമ്പോൾ സർവശാസ്ത്രങ്ങളുടെയും സാരസർവസ്വം നാം ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു. അത്രയും മഹത്തായ തത്വരത്നമാണ് ഈ 4 വരികളിൽ ഒതുങ്ങിയിരിക്കുന്നത്. ആ തത്വം ബോധിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം എത്ര നിസാരമാണ്. ഇതിനു വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പെടലിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു ചെറിയ തിരി മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി അല്പം തീയന്വേഷിച്ച് ഓരോ വീടുകളിലും പോകുന്നു. എന്നിട്ട് അവിടെ നിന്നെല്ലാം തീപ്പെട്ടിയോ സിഗർലൈറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കത്തിക്കാൻ ശ്രമിക്കുന്നു. വളരെ പാടുപെട്ട് കത്തിച്ചു. എന്നാൽ അടുത്ത വീട്ടുകാർ നമ്മുടെ വീട്ടിൽ വന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ നിന്നൊരു വിളക്ക് കത്തിച്ച് അവർക്ക് കൊണ്ടുപോകാൻ ഒരു വിഷമവുമില്ല. അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പോലെയാണ് അന്യനായ ഒരാൾ വന്ന് കാട്ടിത്തന്നതുപോലെ ഗുരു എന്ന സങ്കല്പം. അവർ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ്. ആ വിളക്കിൽ നിന്ന് നമുക്ക് കത്തിക്കാൻ എളുപ്പമാണ്. അത് കത്തിക്കാനുള്ള ഒരു വിവേകമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ വിവേകം നമുക്കുണ്ടാവട്ടെ എന്ന് ആ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് മനനം ചെയ്ത് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.